2025 കാനഡയിലെ പല പ്രൊവിൻഷ്യൽ നോമിനി പ്രോഗ്രാമുകൾ താൽക്കാലികമായി നിർത്തിവെക്കുകയാണെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ഇത് സ്ഥിരതാമസത്തിനായി കാത്തിരിക്കുന്ന വിദഗ്ധരായ തൊഴിലാളികൾക്ക് പുതിയ അവസരങ്ങൾ നൽകുന്നുവെന്നാണ് റിപ്പോർട്ട്. പ്രൊവിൻഷ്യൽ നോമിനി പ്രോഗ്രാമുകൾ നിർത്തിവെക്കുന്നത് കുടിയേറ്റക്കാർക്ക് ഒരു തിരിച്ചടിയായി തോന്നാമെങ്കിലും വാസ്തവത്തിൽ ഇത് അവർക്ക് പലതരത്തിലുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കാനഡയിൽ ഇതിനോടകം ജോലി ചെയ്യുന്നവർക്ക് ഇത് കൂടുതൽ പ്രയോജനകരമാണ്. വിദഗ്ധരായ തൊഴിലാളികൾക്ക് എങ്ങനെ നേട്ടമുണ്ടാകുമെന്ന് നമുക്ക് നോക്കാം. കാനഡയിലേക്ക് കുടിയേറാൻ ആഗ്രഹിക്കുന്നവരുടെ എണ്ണം ഫെഡറൽ ഗവൺമെൻറ് കൂട്ടിയിട്ടുണ്ട്. 2025 ഇത് 1,25,590 ഉയർത്തി. ഇത് മൊത്തം സാമ്പത്തിക കുടിയേറ്റത്തിൻ്റെ 53% വരും. 2024 ഇത് 39% PNPയുടെ എണ്ണം പകുതിയായി കുറച്ചു. 2024 1,10,000 ഉണ്ടായിരുന്നത് 2025 55,000 കുറയും. അതിനാൽ കൂടുതൽ വിദഗ്ധരായ തൊഴിലാളികളെ എക്സ്പ്രസ് എൻട്രി വഴി തിരഞ്ഞെടുക്കും. ഇപ്പോൾ സാമ്പത്തിക കുടിയേറ്റത്തിനുള്ള പ്രധാന വഴി ഇതാണ്. എക്സ്പ്രസ് എൻട്രി വഴി അപേക്ഷിച്ചാൽ വേഗത്തിൽ നടപടികൾ പൂർത്തിയാകും. ഏകദേശം 6 മാസത്തിനുള്ളിൽ ഇതിൻ്റെ നടപടികൾ കഴിയും. എന്നാൽ PNP വഴി അപേക്ഷിച്ചാൽ കൂടുതൽ സമയമെടുക്കും. കാരണം ഇതിൽ പ്രൊവിൻഷ്യൽ ഫെഡറൽ തലത്തിലുള്ള നടപടിക്രമങ്ങളുണ്ട്. ഇത് ഏകദേശം 20 മാസം വരെ എടുക്കാൻ സാധ്യതയുണ്ട്. എക്സ്പ്രസ് എൻട്രിയുടെ അപേക്ഷാ രീതി വളരെ എളുപ്പമാണ്. കൂടാതെ രാജ്യമെമ്പാടും ഒരേ രീതിയാണ് പിന്തുടരുന്നത്. എന്നാൽ PNPക്ക് 80-ലധികം വഴികളുണ്ട്. ഇതിന് പലതരത്തിലുള്ള നിയമങ്ങളുമുണ്ട്. ഇത് ചില സമയങ്ങളിൽ കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കും. എക്സ്പ്രസ് എൻട്രി വഴി തിരഞ്ഞെടുക്കപ്പെടുന്നവർ ക്യൂബെക് ഒഴികെ കാനഡയിൽ എവിടെ വേണമെങ്കിലും താമസിക്കാം, ജോലി ചെയ്യാം. എന്നാൽ PNP വഴി വരുന്നവർക്ക് നോമിനേറ്റ് ചെയ്ത പ്രവിശ്യയിൽ മാത്രമേ താമസിക്കാനും ജോലി ചെയ്യാനും കഴിയൂ. ഈ സ്വാതന്ത്ര്യം കാരണം വിദഗ്ധരായ തൊഴിലാളികൾക്ക് ഒരു പ്രത്യേക സ്ഥലത്ത് ഒതുങ്ങിക്കൂടാതെ ഏറ്റവും മികച്ച ജോലി കണ്ടെത്താൻ സാധിക്കും. കാനഡയിൽ ജോലി ചെയ്ത പരിചയമുള്ളവർക്ക് ഫെഡറൽ ഗവൺമെൻറ് കൂടുതൽ മുൻഗണന നൽകുന്നുണ്ട്. പ്രത്യേകിച്ച് എക്സ്പ്രസ് എൻട്രിയിലുള്ള കനേഡിയൻ എക്സ്പീരിയൻസ് ക്ലാസ് വഴിയാണ് ഇത് സാധ്യമാകുന്നത്. കാനഡയിൽ ഇതിനോടകം ജോലി ചെയ്യുന്നവർക്ക്, ഉദാഹരണത്തിന് പോസ്റ്റ് ഗ്രാജുവേഷൻ വർക്ക് പെർമിറ്റ് ഉള്ളവർക്കും കനേഡിയൻ തൊഴിൽ പരിചയമുള്ളവർക്കും ഇതൊരു വലിയ നേട്ടമാണ്. PNPയുടെ എണ്ണം കുറയുന്നതിലൂടെ എക്സ്പ്രസ് എൻട്രിയിൽ മത്സരം കുറയും. അതിനാൽ കൂടുതൽ ആളുകളെ തിരഞ്ഞെടുക്കാൻ സാധ്യതയുണ്ട്. കൂടാതെ ഇമിഗ്രേഷൻ, റിഫ്യൂജീസ് ആൻഡ് സിറ്റിസൺഷിപ്പ് കാനഡ കൂടുതൽ ആളുകളെ തിരഞ്ഞെടുക്കാൻ സാധ്യതയുണ്ട്. വിവിധ വിഭാഗങ്ങൾക്കായി തിരഞ്ഞെടുപ്പുകൾ നടത്താറുണ്ട്. ഉദാഹരണത്തിന് ഫ്രഞ്ച് സംസാരിക്കുന്നവർ, ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ, ടെക്നോളജി മേഖലയിൽ പ്രവർത്തിക്കുന്നവർ എന്നിവർക്ക് പ്രത്യേക പരിഗണന നൽകുന്നുണ്ട്. അതുപോലെ CECക്ക് മുൻഗണന നൽകുന്നതും ചില വിദഗ്ധരായ ആളുകൾക്ക് കൂടുതൽ സാധ്യത നൽകുന്നുണ്ട്. ഇത് ആർക്കൊക്കെയാണ് കൂടുതൽ പ്രയോജനമുണ്ടാകുകയെന്ന് നമുക്ക് നോക്കാം. കാനഡയിൽ തൊഴിൽ പരിചയമുള്ളവർക്ക്, പ്രത്യേകിച്ച് കനേഡിയൻ എക്സ്പീരിയൻസ് ക്ലാസ്സിൽ നല്ല കോംപ്രിഹെൻസീവ് റാങ്കിംഗ് സിസ്റ്റം സ്കോറുള്ളവർക്ക് കൂടുതൽ സാധ്യതകളുണ്ട്. നല്ല ഭാഷാ പ്രാവീണ്യവും വിദ്യാഭ്യാസമുള്ള അപേക്ഷകർക്ക് ഈ ഘടകങ്ങൾ CRS സ്കോർ കൂട്ടുകയും എക്സ്പ്രസ് എൻട്രിയിൽ കൂടുതൽ മത്സര സാധ്യത നൽകുകയും ചെയ്യും. 2 ഭാഷകൾ അറിയുന്നവർ, ഇംഗ്ലീഷും ഫ്രഞ്ചും അറിയുന്നവർക്ക് കൂടുതൽ പോയിന്റുകൾ നേടാനും പ്രത്യേക തെരഞ്ഞെടുപ്പുകളിൽ മുൻഗണന നേടാനും സാധിക്കും. ഉദാഹരണത്തിന് PNPയിൽ പല തടസ്സങ്ങളും നേരിട്ടവർക്ക് എക്സ്പ്രസ് എൻട്രിയിൽ CRS സ്കോർ മതിയാകും. ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ എക്സ്പ്രസ് എൻട്രി പ്രൊഫൈൽ അപ്ഡേറ്റ് ചെയ്യുക. കാനഡയിലെ നിങ്ങളുടെ തൊഴിൽ പരിചയവും മറ്റ് യോഗ്യതകളും അതിൽ ചേർക്കുക. ഭാഷാ സ്കോറുകൾ മെച്ചപ്പെടുത്തുക. കൂടുതൽ പോയിന്റുകൾ നേടാനായി ഫ്രഞ്ച് പഠിക്കാൻ ശ്രമിക്കുക. എക്സ്പ്രസ് എൻട്രിയിലെ തെരഞ്ഞെടുപ്പുകൾ ശ്രദ്ധിക്കുക. ചുരുക്കത്തിൽ 2025 PNPയുടെ ഏറ്റവും പ്രൊവിൻഷ്യൽ നോമിനേഷനുകളുടെ എണ്ണത്തിലെ കുറവും ഫെഡറൽ ഇമിഗ്രേഷൻ വഴികൾക്ക് കൂടുതൽ പ്രാധാന്യവും നൽകുന്നുണ്ട്. വിദഗ്ധരായ തൊഴിലാളികൾക്ക്, പ്രത്യേകിച്ച് കാനഡയിൽ തൊഴിൽ പരിചയമുള്ളവർക്ക് ഇത് കൂടുതൽ അവസരങ്ങൾ നൽകുന്നു. എക്സ്പ്രസ് എൻട്രി സിസ്റ്റത്തിലൂടെ വേഗത്തിൽ അപേക്ഷിക്കാനും എവിടെയും താമസിക്കാനും സാധിക്കും.